ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതെല്ലാം മിക്സിയുടെ ജാറിലൊന്ന് കറക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചതും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതിൽ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് വന്നിരിക്കുന്നത് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. അതിനേക്കാൾ 1 ടേബിൾ സ്പൂണോളം പെരുംജീരകവും എടുത്തിട്ടുണ്ട്. നമുക്കതിന് വേണ്ട ഒരു മസാല കൂട്ടൊന്ന് റെഡിയാക്കാനാണ് 1 ടേബിൾ സ്പൂണോളം നമ്മൾ കുരുമുളകും കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും പൊടികളായിട്ട് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ പൊടിക്കുന്നതെല്ലാം കൂടിയിട്ട്. നമുക്കൊന്ന് പൊടിച്ചെടുത്ത് വരാം. ആ നേരം കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മൺചട്ടി കഴുകി വൃത്തിയാക്കി നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ ഓണാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പുകഞ്ഞ് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ്. അതിലേക്ക് 2 ഗ്രാമ്പൂ, 2 ഏലക്ക, ചെറിയൊരു കഷ്ണം പട്ട ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ അത്യാവശ്യം ചൂടായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. അത് കരിഞ്ഞ് പോവാതെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് ഒന്നുകൂടി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ജനലുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വെളിച്ചം കൊണ്ടാണ് ഇത് അത്ര ക്ലാരിറ്റി കിട്ടാത്തത്. അപ്പോൾ അതൊന്ന് വഴറ്റിനിടയിൽ കൂടി നമുക്ക് കുറച്ച് സവാള, അതായത് 1 കിലോളം ചിക്കൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 4 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം മീഡിയം വലുപ്പത്തിലുള്ള 4 സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും നന്നായിട്ടൊന്ന് വഴറ്റി ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്നവരൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഇത് വഴറ്റിയെടുക്കുന്നതിനുള്ള കുറച്ച് ഉപ്പും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചിക്കനൊക്കെ ഇടുന്ന സമയത്ത് ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും. ഇനി അതിലേക്ക് ഉള്ളിയൊക്കെ അത്യാവശ്യം ഇപ്പോൾ കണ്ടോ, അത് നമ്മൾ അത്രയും എടുത്തൊക്കെ ചുരുങ്ങി വന്നു വഴറ്റിയെടുത്തപ്പം. ഇനി അതിലേക്ക് നിറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് കേട്ടോ. 1.5-2 ടേബിൾ സ്പൂൺ വരെ ആയാലും കുഴപ്പമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് അതിനൊരു പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടി അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കനാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം കൂടി നന്നായിട്ട്, കാരണം ഈ ഓരോ സാധനങ്ങൾ ചേർക്കുമ്പോഴും അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ പിന്നെ അത്രയും സമയം വഴറ്റണത് നിങ്ങൾക്ക് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു 5 മിനിറ്റോളം ഇതേപോലെ തന്നെ സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ നേരം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത മസാലക്കൂട്ടൊന്ന് വറുത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീരകത്തിൻ്റെ പൊടിയും പെരുംജീരകവും കുരുമുളകൊക്കെ പൊടിയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഈ പൊടിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. പക്ഷെ ഞാൻ എന്തായാലും അത് മാത്രമായിട്ട് പൊടിച്ചെടുക്കണമല്ലോ വിചാരിച്ചിട്ടാണ് ഈ പൊടികളെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് എടുത്തത്. അപ്പോൾ അത് ചെറിയ തീയിൽ വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഒന്ന് വഴറ്റിയെടുത്തത് കേട്ടോ പൊടികളൊക്കെ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറിയ രീതിയിൽ അതിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അടച്ച് വെച്ചപ്പോൾ അതിൽ തന്നെ വന്ന വെള്ളമാണത്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പൊടികളൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികൾ മസാലക്കൂട്ടായതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ചിക്കനായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതിരുന്നത്. അതിൽ ചിക്കൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളത്തിൽ തന്നെ കിടന്ന് നന്നായി പിണച്ചെടുത്തിട്ട് വഴിച്ച് നന്നായി എടുക്കുക. അതിനുശേഷം ഇപ്പോൾ ചിക്കനും കൂടി ചേർത്ത് മസാലയും കൂടി വന്നപ്പം ആ ഒരു സമയത്ത് നമ്മൾ ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി ഉപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഉള്ളി ഇട്ട സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രമാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെടുത്തിരിക്കുന്നത് ചുടുവെള്ളമാണ് കേട്ടോ. ഏകദേശം ഒരു വലിയ ഗ്ലാസ്സിന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചൊരു വെള്ളമാണത്. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്ന സമയത്താണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. പച്ചവെള്ളമല്ല ചേർത്തിരിക്കുന്നത്. ഇനി വീണ്ടും ഒന്ന് വേവിക്കാൻ വേണ്ടി ഒരു 10-12 മിനിറ്റോളം ഒന്ന് സിമ്മിൽ വെച്ചിട്ടും മീഡിയത്തിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ അത്യാവശ്യം നല്ല മണം വരുന്നുണ്ട്. കാരണം ആ 2 മസാല ജീരകത്തിൻ്റെയൊക്കെ ഒരു മണമാണ് നല്ല രസമായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മല്ലിയില നന്നായിട്ട് കഴുകി അതിലേക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ അതും കൂടി ആയപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിച്ചത് കൊണ്ടാണ് കേട്ടോ ഇത്രയും ഒരു വെള്ളമായിട്ട് തന്നെ കാണുന്നത്.
ഇനി നിങ്ങൾക്ക് അത്ര ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഇത് കുറുക്കി വറ്റിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ എന്തിനാണോ കൂട്ടി കഴിക്കുന്നത് അതിൻ്റെ പാകത്തിനാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കില്ല, ഇപ്പോൾ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള ദിവസമല്ലേ. അപ്പോൾ ആ പൊട്ടിനൊക്കെ വലിയ സന്തോഷമായിരുന്നു ഇതൊക്കെ ഉണ്ടാക്കി കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ നടക്കുവൻ, ഇതൊക്കെ ചെയ്തു തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് നെയ്ച്ചോറാക്കി ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നെയ്ച്ചോറ് റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അത് കാണിച്ചില്ല, വേഗം അത് ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കൂട്ടി കഴിക്കാനുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ചിക്കൻ എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു കറിയും കൂടി ഒന്ന് ഷെയർ ചെയ്തത്. ചിലപ്പോൾ നിങ്ങളൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഒരു കറിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് നോക്കി സക്സസ് ആവുകയാണെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കൂടി അത് ഉണ്ടാക്കി നോക്കാനൊരു പ്രചോദനമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്യുക എന്തായാലും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു കമൻറ്റും അറിയിക്കുക. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടവും അതേപോലെ അച്ചാറും സാലഡും ഒക്കെ ആയിട്ടായിരുന്നു ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പൂനെ വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിനാകെ ചിക്കൻ കാലും മാത്രമാണ് മെയിനായിട്ട് വേണ്ടത്. ആ ഒരു കാലും പിടിച്ചുകൊണ്ട് ആ ചോറ് മുഴുവനും കഴിക്കും. പിന്നെ വളരെ കുറച്ച് മാത്രമാണ് ചിലപ്പോൾ ചോദിക്കാറുള്ളൂ. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.